ചൈനയിലെ ശാസ്ത്രജ്ഞരുടെ ഒരു ഗവേഷണ ഫലം ലോകമെമ്പാടുമുള്ള ഗവേഷകരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ടൈപ്പ് 2 പ്രമേഹവും ടൈപ്പ് 1 പ്രമേഹവും സ്റ്റെം സെൽ തെറാപ്പിയിലൂടെ സുഖപ്പെടുത്താമെന്നതാണ് ആ കണ്ടുപിടുത്തം. പെക്കിംഗ് സർവകലാശാലയിലെ ഡോക്ടർ ഡെങ് ഹോങ്കോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടൈപ്പ് 1 പ്രമേഹം സ്റ്റെം സെൽ തെറാപ്പിയിലൂടെ സുഖപ്പെടുത്താമെന്ന കണ്ടുപിടുത്തം നടത്തിയത്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച് വർഷങ്ങളായി ചികിത്സയിലായിരുന്ന 25-കാരിയിലാണ് ഡെങ് ഹോങ് കൂയിയും സംഘവും സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷിച്ചത്. ഇതിലൂടെ ഇൻസുലിൻ സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷി വർദ്ധിച്ചു. പുറത്തുനിന്ന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ വഴി നൽകേണ്ടതില്ല എന്ന അവസ്ഥ യുവതി കൈവരിച്ചു. രോഗിയുടെ തന്നെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച സ്റ്റെം സെല്ലുകളാണ് ഇതിനുപയോഗിച്ചത്. ഈ സ്റ്റെം സെല്ലുകൾ രോഗിയുടെ വയർ ഭാഗത്ത് ഇഞ്ചക്റ്റ് ചെയ്യുകയായിരുന്നു. സ്റ്റെം സെൽ തെറാപ്പി തുടങ്ങിയതിന് ശേഷം രോഗി പുറമേ നിന്നുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷൻ പൂർണ്ണമായി നിർത്തി. ചൈനയിലെ ടിയാൻജിൻ ഫസ്റ്റ് സെൻട്രൽ ഹോസ്പിറ്റലിലാണ് പരീക്ഷണം നടന്നത്. യുവതിയുടെ കൊഴുപ്പ് കോശങ്ങളെ പ്ലൂരിപൊട്ടൻ്റ് സ്റ്റെം സെല്ലുകളായി കൺവേർട്ട് ചെയ്തു. ഈ സ്റ്റെം സെൽസിന് മറ്റ് പലതരം കോശങ്ങളായി മാറാൻ കഴിയും. ഗവേഷകർ ഈ കോശങ്ങളെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഐലറ്റ് കോശങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിച്ചു. പാൻക്രിയാസിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് ഐലറ്റ് സെല്ലുകൾ. ലാംഗർ ഹാൻസ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് 1869 ഈ സെൽ സമൂഹത്തെ കണ്ടെത്തിയത്. ചെറിയ ഐലൻഡുകൾ, അതായത് ദ്വീപുകൾ പോലുള്ള കൂട്ടമായതുകൊണ്ടാണ് ഇവയ്ക്ക് ഐലറ്റ് എന്ന് പറയുന്നത്. രക്തധാരയിലേക്ക് ഹോർമോണുകൾ കടത്തിവിടാൻ ഈ കോശങ്ങൾ സഹായിക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകൾ ഐലറ്റ് സെല്ലിൻ്റെ ഭാഗമാണ്. ഈ യുവതിക്ക് പുറമെ മറ്റ് ചില രോഗികളിലും സ്റ്റെം സെൽ തെറാപ്പി ഫലപ്രദമായി കണ്ടതായി പറയപ്പെടുന്നു. ആദ്യമായാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് സ്റ്റെം സെൽ തെറാപ്പി ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെടുന്നത്. ടൈപ്പ് 1 പ്രമേഹം ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. പാൻക്രിയാസിലെ ഐലറ്റ് കോശങ്ങളെയാണ് തകരാറിലാക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിന് സ്റ്റെം സെൽ തെറാപ്പി ഫലപ്രദമാണെന്ന് നേരത്തെ തന്നെ ചൈനീസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ഡോക്ടർ ഇൻ ഹാവോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് തെളിയിച്ചത്. രോഗിയുടെ തന്നെ ശരീരത്തിൽ നിന്നുള്ള സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹങ്ങൾ സുഖപ്പെടുത്താമെന്നത് അവിശ്വസനീയമായിരിക്കുന്നു എന്നാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. യൂറിൻ തെറാപ്പി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പ്രമേഹം സുഖപ്പെടുന്നു എന്നതിന് ഈ ഗവേഷണ ഫലങ്ങൾ വിശദീകരണം നൽകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. മൂത്രത്തിൽ മൂലകോശങ്ങളുണ്ട് എന്ന സുപ്രധാനമായ കണ്ടുപിടുത്തം നടത്തിയതും ചൈനീസ് ശാസ്ത്രജ്ഞർ തന്നെയാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ ഗവേഷണങ്ങൾ പിന്നീട് അമേരിക്കൻ ശാസ്ത്രജ്ഞരും നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറിൻ ഡിറൈവ്ഡ് സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ ഇന്ന് ശാസ്ത്രലോകം വളരെ പ്രാധാന്യത്തോടെ നടത്തുന്നുണ്ട്. മൂത്രത്തിൽ സ്റ്റെം സെല്ലുകൾ മാത്രമല്ല, ഇൻസുലിൻ ഉൾപ്പെടെയുള്ള ഹോർമോണുകളും എൻസൈമുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളും ആൻറ്റിബോഡികളും എക്സോസോമുകളും എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇത്രയും പോഷകസമൃദ്ധമായ ശരീരസ്രവത്തിന് ഔഷധഗുണം ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. ശുദ്ധീകരിച്ച രക്തത്തിലെ പ്ലാസ്മയാണ് മൂത്രം. അതിനാൽ അത് വീണ്ടും അകത്തെത്തുമ്പോൾ ഗുണഫലമല്ലാതെ ദോഷഫലങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ് സഹസ്രാബ്ദങ്ങളായുള്ള അനുഭവം. നന്ദി.